ഏതായാലും തൽക്കാലം ഇപ്പൊ പ്രശ്നം വഷളാവുകയാണ്. അതായത് ഇസ്രായേലും തന്നെ കൂട്ടിയില്ലെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് കനത്ത ആക്രമണമാണ്. ഒരേ സമയത്ത് മിനിറ്റുകൾക്കകം നിരവധി മിസൈലുകൾ, നൂറുകണക്കിന് മിസൈലുകളാണ്. 250-ലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പറയുന്നത്. 10,000-ലേറെ പേര് പരിക്കുണ്ട്. അതേ തുടർന്നാണ് പെട്ടെന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ഇപ്പൊ അതിനുശേഷം ട്രംപിന്റെ ട്വീറ്റ് വന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് എന്തെങ്കിലും കരാർ ലംഘനം നടത്തിയാൽ കനത്ത തിരിച്ചടിന് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് പാകിസ്ഥാനില് മധ്യസ്ഥതയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നുണ്ട്. അത് ഇന്ത്യക്കൊരു ക്ഷീണമാണ്. കാരണം ലോകത്തിന്റെ ഒരു ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ മധ്യസ്ഥനാകേണ്ടിയിരുന്ന എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് അതൊരു ക്ഷീണമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രാമുഖ്യം കുറച്ചുകൊണ്ടാണ് ഇപ്പം ഇസ്രയേല് അത് അവരുടെ നേതൃത്വത്തിന്റെ വലിയ തോതിൽ ഷബാസ് ഷെരീഫിന്റെ നേതൃത്വത്തില് നീക്കങ്ങൾ നടക്കുകയും അതിനെ ഇറാനും പ്രകീർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഇറാനിലെ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചു കഴിഞ്ഞു. അതിന്റെ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണ്. അങ്ങനെ വന്നാൽ തിരിച്ചടിക്കുമെന്നും ഇറാന്റെ അമേരിക്കയുടെ എല്ലാ കപ്പലുകളും, യുദ്ധക്കപ്പലുകളും മറീനുകളും അവിടെയുള്ള ടാങ്കുകളും അടക്കമുള്ള എല്ലാ യുദ്ധസന്നാഹങ്ങളും തുടരുകയാണെന്നും ഏത് അവസരത്തിലും തിരിച്ചടി കൊടുക്കുമെന്നുമാണ് പറയുന്നത്. യമൻ നേരത്തെ തന്നെ ഈ ബുധനാഴ്ച ഉണ്ടായ ആക്രമണത്തിന് 203 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, 50 എന്ന് പറയുന്നു. എന്തായാലും അതൊരു 1000-ലേറെ പേർ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പ്രശ്നം ഒരു പ്രശ്നമാണ്. ഇറാന്റെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ലെബനന്റെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ ലോകത്താകെ അത് ഈ പ്രകൃതിവാതകത്തിന്റെ എണ്ണയുടെയും വീണ്ടും നിലച്ചാൽ, അത് നീക്കം നിലച്ചാൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും. ഇപ്പൊ തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള ഗൾഫ് മേഖലയിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലും ഒക്കെ ഇതിന്റെ ഒരു പ്രത്യാഘാതം വളരെ വഷളാകാനാണ് സാധ്യത. തീർച്ചയായും അങ്ങനെ തന്നെ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. കാരണം ഇറാന്റെ ഒരു ആക്രമണമൊക്കെ നിന്ന സമയത്തും ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇറാന്റെ മൈൻ ഭീഷണി തന്നെയാണ്. ഇറാൻ കടലുകളിൽ മൈൻ വിതച്ചു കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രധാന എണ്ണപ്പാതയിലൊക്കെ അത് വലിയൊരു ആശങ്ക തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നേരത്തെ നമുക്കറിയാം ഒരു 135ഓളം കപ്പലുകളാണ് ദിവസേന ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണയൊക്കെ ആയിട്ട് നീങ്ങിയിരുന്നത്. അതിപ്പോ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി വളരെ വഷളാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. അതുപോലെ ഇത് എവിടത്തെ അവസാനിക്കും എന്ന് പറയാൻ മേല. പിന്നെ ഈ നമുക്കറിയാം അതിനിടയ്ക്ക് ഖത്തർ അമേരിക്കയ്ക്ക് ഇനി താവളം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം അമേരിക്കയ്ക്ക് ഒരു ഖത്തറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് താവളം അനുവദിച്ചത് ഇപ്പോൾ വളരെയേറെ അതും ഖത്തറിന് ക്ഷീണമായി. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് ക്ഷീണമതി. അവരുടെ സുരക്ഷ കൂടുതൽ അപകടത്തിലാണ്. അതിനേക്കാളേറെ ഇറാനോടുള്ള അടുപ്പമാണ് ഖത്തറിനെ അമേരിക്കയുമായിട്ടുള്ള ഈ അകലം പാലിക്കുന്നതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സൗദിയിലും ഇറാന്റെയും വിദേശകാര്യമന്ത്രിമാര് ചർച്ച നടത്തുന്നുണ്ട്. അതായത് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദും ഒക്കെ ആയിട്ടുള്ള ആ ചർച്ചയും ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയുമായിട്ടുള്ള ചർച്ച തുടരുന്നുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രശ്നം പരിഹരിക്കണം. എന്നാൽ 40 ദിവസം 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. നമ്മുടെ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ട് അന്ന് കൊല്ലപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി 2 ആഴ്ച കൊണ്ട് ഇറാനെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. നമുക്കറിയാവുന്ന പോലെ ഇറാൻ ഇടയ്ക്ക് വീണ്ടും ആക്രമണം നടത്തുന്നു. അമേരിക്കയുടെ വിമാനങ്ങൾ വരെ വെടിവെച്ചിടാൻ ഇറാൻ കഴിഞ്ഞു. അപ്പോ വലിയ തോതിലൊരു പ്രശ്നം വഷളായിട്ടുണ്ട് എന്നതാണ് കാര്യം. അതുകൊണ്ടാകാം ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഒരു വെടിനിർത്തലിന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും നമുക്കറിയാം മര്യാദ വിട്ട രീതിയിൽ അസഭ്യ വർഷങ്ങൾ വരെ നടത്തി ട്വീറ്റ് ചെയ്യുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിലവാരത്തിന് താഴേക്ക് കിടന്ന് പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി.
ഇപ്പോഴൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാനല്ല, ഇതൊരു ഒരു 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 കുടുക്കില്, ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അമേരിക്കയുടെ താല്പര്യങ്ങള് എണ്ണയിൽ മാത്രമാണ്. ആ എണ്ണ താല്പര്യത്തിന് അത് നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇറാന് ഇപ്പോഴും ഹോർമൂസ് കടലിടക്ക് അടയ്ക്കാനും തുറക്കാനും അതിന്റെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് അമേരിക്കയും മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളെയും പേടിപ്പെടുത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.